Hi, Namaste. Welcome back to my channel WinTrader. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലും അതിൻ്റെ ഓപ്ഷൻസിലും 1 മിനിറ്റിലൂടെ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതായത് 1 മിനിറ്റിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കാതെ നമുക്ക് ആക്ച്വലി പെട്ടെന്ന് ഒരു വിത്തിൻ ഹാഫ് ആൻ അവറിൽ 1 അവറിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് നേടി പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് 1 മിനിറ്റിലൂടെ സാധിക്കും. അതിനകത്ത് പെട്ടെന്ന് എൻട്രിയും കിട്ടും, എക്സിറ്റും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റും അതിനകത്തുണ്ട്. പക്ഷെ അതേപോലെ തന്നെ റിസ്ക് ഉണ്ട്. അപ്പം എങ്ങനെയാണ് അതിൽ എല്ലാ സിഗ്നലും എടുക്കാമോ, എത്രത്തോളം അതിനകത്ത് ഏത് സിഗ്നലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് ഇന്നത്തെ ലൈവിലൂടെ കാണിച്ചു തരാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോർണിംഗിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ഡൗൺ ഒരുപാട് ഇറങ്ങിയിട്ടില്ല, അത് മാർക്കറ്റ് പിന്നെയും തിരിച്ചു കയറി. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും അതിൻ്റെ ഓപ്ഷൻസിലെ ട്രേഡിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ, അത് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് രാവിലെ തന്നെ ആക്ച്വലി ബൈയും വന്നു, പിന്നെ സെല്ല് വന്നു, പിന്നെയും ബൈ വന്നു. അപ്പോൾ ഈ ബൈ മാത്രമാണ് കയറിയത്. അപ്പോൾ ഇതിനകത്ത് ഈ സെൽ സിഗ്നൽ അല്ലെ ബൈ സിഗ്നൽ നോക്കേണ്ട വസ്തുത എന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ സിഗ്നൽ കൺഫേം ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകുന്നത് എന്തുകൊണ്ടാണ്, അപ്പോൾ ഏതൊക്കെ ചാർട്ട് സിഗ്നൽസ് 1 മിനിറ്റിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും അതൊക്കെ പറഞ്ഞു തരാം. അപ്പം അതിൽ നിങ്ങൾക്ക് ആക്ച്വലി ലൈവ് ഡെമോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഇന്നെന്ന് പറഞ്ഞാൽ 13th ഫെബ്രുവരിയുടെ പെർഫോമൻസ് ആണ്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ബൈ, ഒരു സെല്ലും വന്നിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ബൈ. ഇതാണ് ബൈ സിഗ്നൽ, ഇത് സെല്ലും, രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. ഇപ്പോൾ ഒരു സിഗ്നൽസ് വരുമ്പോൾ നമുക്കിങ്ങനെ അലേർട്ട് മെസ്സേജ്, സൗണ്ട് എഫക്റ്റോടുകൂടി നമുക്ക് അലേർട്ട് മെസ്സേജ് കിട്ടും. ഇതുപോലെ ബെൽ സൗണ്ട് എഫക്റ്റ് ആണ് നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ കിട്ടുന്നത്. അതേപോലെ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഈ അലേർട്ട് ബോക്സിൽ, അതായത് ഈ അലേർട്ടിൻ്റെ ബോക്സിൽ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് സിഗ്നൽസ് വന്ന ടൈം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ അലേർട്ട് ബോക്സിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഈ അലേർട്ട് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നലിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ബൈ ആണെങ്കിൽ ആ ബൈയുടെ ഡീറ്റെയിൽസ് ആണ്, മുകളിൽ അതിൻ്റെ ടൈമിങ്ങും അതേപോലെ നമുക്ക് അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ് വേണ്ടി. ഇപ്പോൾ ഇത് ഇൻട്രാഡേയുടെ പോർഷനാണ്. ഇൻട്രാഡേക്ക് 5 മിനിറ്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റ്. സ്കാൽപ്പിങ്ങിൽ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യേണ്ടതും 1 മിനിറ്റ് ചാർട്ടിലൂടെയാണ്. അപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ട് പോയി കഴിഞ്ഞാൽ നേരെ മാർക്കറ്റ് ഒരു ഹൈക്കിലേക്ക് കയറും. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ പോർഷൻ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ബൈ സിഗ്നൽ വന്നു, രാവിലെ അല്ല ക്ലോസിങ്ങിന്, അതായത് 1 മണിക്ക് ശേഷം ബൈ സിഗ്നൽ വന്നു, കൺഫേം ആയി, ക്യാൻഡിലും ഗ്രീനായി, താഴെ കൺഫർമേഷൻ ബാർ ഗ്രീനും വന്ന്, പ്രൈസ് ഇൻ ബൈ സോണും വന്ന്, റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ കട്ട് ചെയ്തു, നേരെ കയറിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കാമായിരുന്നു. അവിടെ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ്, 3 ടാർഗറ്റും അടിച്ചിട്ടും മാർക്കറ്റ് പിന്നെയും അപ് ട്രെൻഡിലേക്ക് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ആണ് നമുക്ക് അവിടെ നിന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാമായിരുന്നു. അവിടെ നമുക്ക് കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 45,300 അല്ലെങ്കിൽ 400 അല്ലെങ്കിൽ നമുക്ക് 200, ഏത് വേണേലും നമുക്ക് എടുക്കാം. ഇപ്പോൾ 45,300 കോൾ ഓപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയിട്ട് ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് എടുക്കുക. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ നമുക്ക് ഏതാണ് സ്ട്രൈക്ക് നമുക്ക് വേണ്ടത്, ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലിയും മന്ത്ലിയും നമുക്ക് കോൾ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് അവിടെ ആഡ് ചെയ്യുക. ഇപ്പോൾ 45,300 ആണ് വേണ്ടതെങ്കിൽ 300 ആഡ് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, നമുക്ക് 5 മിനിറ്റ് സെറ്റ് ചെയ്യുക. ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻസ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബൈ സിഗ്നൽ ഡീറ്റെയിൽസ് നമുക്ക് മെയിലിൽ കൊടുക്കും. അത് ലേറ്റസ്റ്റ് ഇപ്പോൾ സെല്ലാണ്, പക്ഷേ ഇനിയും ബൈ വന്ന ഡീറ്റെയിൽസ് മെയിലും താഴെ ആ സമയത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് പോയത് ഈ ഒരു പോർഷനാണ്. അപ്രോക്സിമേറ്റ് 279 നേരെ മാർക്കറ്റ് കയറി 648 വരെ പോയിട്ടുണ്ട്. അപ്പം ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. കാരണം അവിടുന്ന് ഓൾറെഡി നോക്കുമ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു സിഗ്നൽ കൺഫേംഡ് ആയിരുന്നു, അവിടുന്ന് ബ്രേക്ക് ഔട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ നമുക്ക് കയറി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടം വരെ മാർക്കറ്റ് കയറിയിട്ട് അതിന് തിരിച്ചിറങ്ങി, ഇവിടുന്ന് മാർക്കറ്റ് ഡൗണിഷാണ്. അപ്പോൾ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുമ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ഇറങ്ങി. ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ പ്രീമിയം ചാർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ ഇറങ്ങാം. ഓക്കെ, അപ്പം അതേപോലെ 1 മിനിറ്റ് ചാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 മിനിറ്റിൽ നമുക്ക് ഒരുപാട് സിഗ്നൽസ് വരും, അത് റിസ്കി ആയിരിക്കും. അപ്പോൾ 1 മിനിറ്റിൽ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 സിഗ്നൽസ് നമുക്ക് ഒരുപാട് പോയിട്ടില്ല, അത് റിവേഴ്സ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ നല്ല രീതിയിൽ കയറി, പിന്നെ വന്ന സെല്ല് നല്ല രീതിയിൽ ഇറങ്ങി, പിന്നെ ഈ ബൈ കൺഫേംഡ് അല്ല, പിന്നെ ഇറങ്ങി മാർക്കറ്റ്. അപ്പോൾ ഈ 3 ട്രേഡിൽ നല്ല പ്രോഫിറ്റ് ആയിരുന്നേ. അത് കഴിഞ്ഞ് വന്ന ബൈയും നല്ല പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെല്ല് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസോൾട്ടേഷനും ഉണ്ട്, തിരിച്ച് മാർക്കറ്റ് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ 2 ടാർഗറ്റ് അടിച്ചിട്ടുമുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാ സിഗ്നൽ സക്സസ് ആയിട്ടില്ല. അപ്പോൾ സിഗ്നൽസ് വന്ന് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽ സക്സസ് ആണോ എന്ന് നമുക്കറിയാൻ കൺഫർമേഷൻ വന്നതിന് ശേഷം റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്തേച്ചാൽ മതി.
ഇപ്പോൾ ഇവിടെ ലോങ് ക്യാൻഡിലാണ്. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഈ പോർഷനിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന പോർഷനിൽ ഇവിടെ നിന്നും എടുക്കാം നമുക്ക്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ 45,132 നമ്മൾ എടുത്ത പോർഷൻ നേരെ കയറി 45,441 വരെ രാവിലെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ച് ഫുൾ ബാക്ക് വന്ന് പിന്നെയും കയറി. അപ്പം താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കി ഇവിടം വരെ ബൈ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് ഒന്ന് തിരിച്ചിറങ്ങാൻ നോക്കിയത്. അപ്പോൾ ഈ സെൽ ട്രേഡ് നമ്മൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്തു. അതായത് സിഗ്നൽസ് വന്ന് കൺഫേം ആയി നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിന് എടുത്തേച്ചാൽ മതി. കാരണം അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ അതായത് സിഗ്നൽസ് പെട്ടെന്ന് ചെറിയൊരു അറ്റൻഡ് ഉണ്ടെങ്കിൽ 1 മിനിറ്റ് അപ്പം സിഗ്നൽസ് കിട്ടും. അപ്പം നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് സിഗ്നൽസ് കൺഫേം ആയി വരുമ്പോൾ ചിലപ്പോൾ അത് റിവേഴ്സും പോകും. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഇത്ര മാത്രം കൺഫർമേഷൻ ആയിട്ട് നമുക്ക് ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴ്ത്തണം. അപ്പോൾ ആ പോർഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇത് ഈ സെൽ ട്രേഡ് നല്ല രീതിയിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് വന്ന സെല്ല് പിന്നെ ഇറങ്ങി, പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ നല്ലൊരു ഹൈക്കാണ്, നല്ലൊരു ട്രെൻഡ് നമുക്ക് അവിടെ നിന്ന് ഈ ബൈയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് വന്ന സിഗ്നൽസിൽ ഇത് വലുതായിട്ട് കയറിയിട്ടില്ല. പിന്നെ ഇതും ഇറങ്ങിയിട്ടുണ്ട്, ഇത് മാർക്കറ്റ് കുറച്ചൊന്ന് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ട് എടുത്ത് ഇറങ്ങിയായിരുന്നു. അപ്പം ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് എടുക്കാം. റിവേഴ്സ് പോകുന്ന സമയത്ത് സോഫ്റ്റ് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ ചെയ്തു വരും. ഒന്നില്ലെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് സൈഡ് വേസ് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺഫർമേഷൻ ബാർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് റിസ്ക് ഫാക്ടർ 1 മിനിറ്റിലുണ്ട്. പക്ഷേ രാവിലെ ഒരു 11 മണിക്ക് മുമ്പ് ഈസി ആയിട്ട് ട്രേഡ് കിട്ടും. നമുക്ക് ഇന്നത്തെ മോർണിംഗ് മൊമെൻറ്റ് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് കൺഫർമേഷൻ വന്നപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ഈ പോർഷൻ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. പോർഷൻ ആ സമയത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 45,132. അപ്പോൾ നമ്മൾ 45,000-ൻ്റെയോ അല്ലെങ്കിൽ 44,900-ൻ്റെയോ നമുക്ക് ഓപ്ഷൻ എടുക്കാമായിരുന്നു. അപ്പോൾ ഞാനിവിടെ 45,000 ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രാവിലെ നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ വന്ന് നമ്മൾ 354 നിന്ന് പോയ ബ്രേക്ക്ഔട്ട് നേരെ മാർക്കറ്റ് കയറി 554 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹൈക്ക് നമുക്ക് റിട്ടേൺസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റായി. പിന്നെ ഒരു ട്രേഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.